ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സാധാരണ പറയാറുള്ളതാണ് ഹൈബ്രിഡ് ബൊഗൺവില്ലയുടെ കമ്പുകൾ കിളിർത്ത് കിട്ടാറില്ല. നട്ട് കഴിഞ്ഞാൽ എത്രയായാലും അത് കിളിർത്ത് കിട്ടില്ല. നാടൻ കമ്പുകളാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് കിളിർത്ത് കിട്ടുമെന്നാണ്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കമ്പുകളും നമുക്ക് കിളിർപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഒരു മാസം കൊണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഈ ബൊഗൺവില്ലയുടെ കമ്പുകൾ കിളിർപ്പിച്ചെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ നിന്നാണ് വേര് വരുന്നത്, ഈ ഭാഗത്തു നിന്നാണ് വേര് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യാൻ. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതുകൊണ്ട് ഈ നോഡ് കണ്ടോ, ഈ നോഡിൻ്റെ താഴെ നിന്നാണ് നമുക്ക് വേര് വരുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുക. ഇവിടെ നിന്നാണ് വേര് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് റൂട്ട് ഹോർമോൺ ഉണ്ടെങ്കിൽ റൂട്ട് ഹോർമോണിൽ മിക്സ് ചെയ്ത് നമുക്ക് നട്ടു കൊടുക്കാം. ഇതിൻ്റെ കമ്പ് കണ്ടോ, ഇവിടുന്ന് ഇവിടെ വരെ ഉള്ള ഭാഗത്തൊന്നും നോടില്ല. ഇവിടെയാണ് ഒരു നോടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വേര് കിളുത്ത് വരില്ല. ഈ നടുഭാഗത്തൊന്നും നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വേര് കിളുത്ത് വരില്ല. ഇത് നമുക്ക് കമ്പ് കിളിർത്ത് കിട്ടില്ല. അതേസമയം ഇതിൻ്റെ താഴെ കട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് വേര് വന്നിട്ട് കിളിർത്ത് വരും. ഈ ഭാഗത്തൊന്നും നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേര് കിളിർത്ത് വരില്ല. കമ്പുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലീഫൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ലീഫൊക്കെ നമുക്ക് കളഞ്ഞിട്ട് നട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ലീഫും കളഞ്ഞിട്ട് നട്ടാൽ മതി. ഞാൻ ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സാണ് എപ്പോഴും ചെടി നടാനായിട്ട്, കമ്പ് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഹോൾ ഇട്ടിട്ടുണ്ട്, 4 ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സാധാ ഗാർഡൻ സോയിൽ നിറച്ച ശേഷം വെള്ളം ഒഴിച്ചു വയ്ക്കും. അതിന് ശേഷമാണ് നമ്മൾ നട്ടു കൊടുക്കുക. ഈ ഗ്ലാസ്സിലെ മണ്ണ് നനയത്തക്ക വിധത്ത് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു വെക്കുക. നമ്മൾ പിന്നീട് ഈ ചെടി കിളുത്ത് വരുന്നിടം വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ മണ്ണ് നനച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അലവേരയാണ്. അലവേരയുടെ ഈ ജെല്ലിനകത്തൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ഒരു കമ്പെടുത്ത് ഇത് കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തതിന് ശേഷം നമ്മളിത് വെച്ച് കൊടുക്കുന്നു, പ്രസ് ചെയ്യുന്നു. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. ആ കവർ ഇതിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ റബ്ബർ ബാൻഡ് താഴേന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറും ഉപയോഗിക്കുമ്പോൾ ഇത് കിളിർത്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ വേര് വരുന്നതും നമുക്കറിയാൻ പറ്റും. ഈ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഈ വെള്ളത്തിന് മോയ്സ്ചർ കൊണ്ട് തന്നെ ഈ കമ്പ് കിളിർത്ത് കിട്ടും. പെട്ടെന്ന് തന്നെ കിളിർത്ത് കിട്ടും. കിളിർത്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മൾ മാറ്റാൻ പാടില്ല. ഏതെങ്കിലും ഒരു നൈറ്റ്, അതായത് നല്ലപോലെ ഇലകളൊക്കെ വന്നതിന് ശേഷം ഒരു നൈറ്റിൽ കുറച്ച് സമയം ഈ കവർ മാറ്റി വയ്ക്കാം. അല്ലെ ഒരു ഭാഗം കട്ട് ചെയ്ത് വെച്ചാലും മതി. ഇവിടുന്ന് ഈ സൈഡ് കട്ട് ചെയ്ത് വെച്ചാലും മതി. അതിനുശേഷം ഈ സൈഡ് കട്ട് ചെയ്യുക. അങ്ങനെ ഫുൾ കട്ട് ചെയ്യുമ്പോൾ അതിന് ശേഷമാണ് ഈ കവർ റിമൂവ് ചെയ്യാവുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം കവർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വന്ന ലീഫുകളെല്ലാം വാടിപ്പോവും. ഇതെല്ലാം അതുപോലെ നമ്മൾ കവറിൽ കമ്പ് നട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇതുപോലെ കമ്പ് ഗ്ലാസ്സിൽ നട്ട് കിളിർത്ത് വന്ന് പിടിച്ച് കിട്ടിയ ഒരു തൈയാണ്. ഇത് നോക്കിയാൽ കാണാൻ, ഇതിനകത്ത് നമുക്ക് വേര് കാണാൻ പറ്റും. ചെറിയ പൊടി വേരുകളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെയൊക്കെ വേരുണ്ട്. നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കാണാവോ, വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല. ഇതിനകത്ത് ഗ്ലാസ്സിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വേരുകൾ വരുന്നത്. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും ഭയങ്കരമായിട്ടുള്ള അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് വേര് വരുന്നത് കാണാൻ പറ്റും. ലീഫ് വന്നാലും ബൊഗൺവില്ലയുടെ കമ്പുകളിൽ വേര് വരില്ല. നല്ലപോലെ ലീഫ് വന്നതിന് ശേഷമേ നമുക്ക് വേര് നല്ല സ്ട്രോങ് ആയിട്ട് വരത്തുള്ളൂ. ഇതെല്ലാം അങ്ങനെ പിടിച്ച് കിട്ടിയ തൈകളാണ്. ഇതെല്ലാം കവറിലേക്ക് മാറ്റി നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം ഇതുപോലെ ഗ്ലാസ്സിൽ നട്ട് പിടിച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ കവറിലേക്ക് മാറ്റിയ തൈകളാണ്. ഇപ്പോൾ ഗ്ലാസ്സിൽ ചെടി നട്ട് കവറിട്ട് മൂടിയതുപോലെ തന്നെയുള്ളൊരു മെത്തേഡാണ് ഇതും. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളിങ്ങനെ ഷീറ്റ് അടിച്ച് കൊടുത്തേക്കാണ്. ഇതിൽ പട്ടി അടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയേക്കാണ്.
എന്നിട്ട് സാധാ ഒരു ഷീറ്റിട്ട് മൂടിയേക്കുവാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ്. ഇതുണ്ട്, ഇത് പല സമയത്ത് നട്ട ചെടികളാണ്. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ കവറിട്ട് മൂടണ്ട, ഓരോന്നോരോ സെപ്പറേറ്റ് മൂടേണ്ടി വരില്ല, പക്ഷെ എല്ലാം തന്നെ കിളിർത്ത് കിട്ടും. ഇതുണ്ടോ, ചെറിയ കമ്പിൽ പോലും തളർപ്പ് വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഈസി മെത്തേഡായിട്ട് തോന്നിയതും പെട്ടെന്ന് കിളിർത്ത് കിട്ടും. നമുക്ക് കവർ മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ പ്രാവശ്യം സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിളിർത്ത് കിട്ടും. ഏത് ഹൈബ്രിഡ് ബോഗൺവില്ല ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് കിളിർപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഒക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് കൃത്യമായിട്ട് കാണാം വേര് താഴെ കൂടെ, ആ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വേര് വന്നിരിക്കുന്നുണ്ടോ. നല്ലപോലെ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ വേര്, ഇതിന് ചെറിയ വേരുകൾ വന്നിട്ടുണ്ട് പുറത്തേക്ക്. നമ്മൾ ഇട്ട് കൊടുത്ത ഹോളിൽ കൂടെ പുറത്തേക്ക് വേര് വന്നേക്കുന്നുണ്ടോ. നമ്മൾ താഴെ ഇട്ട് കൊടുത്ത ആ ഹോളാണ്, അതിലൂടെ വേര് പുറത്തേക്ക് വന്നത്. വീഡിയോക്ക് എത്രത്തെ ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, മൂടി കൊടുക്കുവാണ്. ഇത് ഇതുപോലെ തൈകളെല്ലാം നമ്മൾ മാറ്റാറാകുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സൈഡ് മാറ്റി വെക്കുക. അങ്ങനെ ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എല്ലാ തൈകളും മുളപ്പിച്ചെടുക്കാൻ പറ്റും.